സി വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, കെ സി വീട്ടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അവിടെയും നിരവധി നേതാക്കളും ആളുകളും ഒക്കെ എത്തിച്ചേരുന്നുണ്ടോ? എങ്ങനെയാണ് കെ സി വേണുഗോപാൽ ക്യാമ്പിന്റെ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ? ദിവ്യ, കെ സി വേണുഗോപാൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയാണുള്ളത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് ഇട്ടിരുന്നു, അതായത് വീടിന്റെ പുറകുവശത്ത് നിന്ന് മുൻവശത്തേക്ക് ഇട്ടിരുന്നു. ആ സമയത്ത് കെ സി വേണുഗോപാൽ ഖർഗെയുടെ വസതിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഒരു 20 മിനിറ്റിന് ശേഷം ആ വാഹനം വീണ്ടും ആ വീടിന്റെ പുറകുവശത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതായത് കെ സി വേണുഗോപാൽ ഉടൻ വസതിക്ക് പുറത്തിറങ്ങുന്നില്ല, ഖർഗെയുടെ വസതിയിലേക്ക് പോകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഖർഗെയുടെ വസതിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിരുന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ ചർച്ചയ്ക്ക് ശേഷം കെ സി വേണുഗോപാൽ അവരുടെ അടുത്തേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കെ സി ഇവിടെ നിന്ന് ഖർഗെയുടെ വസതിയിലേക്ക് പോകുക എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുകയാണ്. ഇന്ന് തന്നെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും ഹൈക്കമാൻഡ് നേതൃത്വം ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നാണോ? അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ആദ്യം കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് തയ്യാറെടുത്തിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് വാഹനം വീടിന് മുൻവശത്ത് നിന്നും മാറ്റിയത്. ഒരുപക്ഷെ രാഹുലും ഖർഗെയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് പുറപ്പെടുക എന്നുള്ള വിവരം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു കൂടിക്കാഴ്ച എന്തായാലും ഇരുവരും തമ്മിൽ ഉണ്ടാകും എന്നുള്ള വിവരം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ന് രാത്രി തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കെ സി വേണുഗോപാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെയും ഖർഗെയും കണ്ടേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഖർഗെയുടെ വസതിയിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ക്യാമ്പുകളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. കെ സിയെ സംബന്ധിച്ചിടത്തോളം എംഎൽഎമാരുടെ പിന്തുണ കെ സി വേണുഗോപാൽ എന്തായാലും വസതിക്കുള്ളിൽ തന്നെയാണ് തുടരുന്നത്. ഒരു പക്ഷേ ഖാർഗെയുമായി ഒരു കൂടിക്കാഴ്ച, ഈ രാഹുൽ ഗാന്ധി ഖാർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സി വീണ്ടും കണ്ടേക്കുമെന്നൊക്കെയുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് ഇപ്പോൾ.